झुके आसमान और महिमा गाए ज़मीन। हम गाए प्रभु हमारा खुदा। हम गाए हो सेना, तू राजाओं का है राजा, तेरी महिमा होवे सदा। तू है प्रभु प्यार किया, हमें पापों से छुड़ाने को अपने बेटे को कुर्बान किया। प्यारे पिता, तूने हमसे कितना प्यार किया, पापों से छुड़ाने को अपने बेटे को कुर्बान किया। हम गाए हो सेना, तू राजाओं का है राजा, ഹല്ലേലൂയ. നമ്മുടെ ദൈവം നമ്മോട് ചെയ്ത ഉപകാരങ്ങൾ നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായി, നമ്മെ വീണ്ടെടുക്കുവാനായി കർത്താവ് നമ്മോട് കാണിച്ച സ്നേഹം, പ്രൈസ് ദി ലോർഡ്, അതൊക്കെ ഓർക്കുമ്പോൾ കർത്താവിനെ സ്തുതിക്കാതിരിക്കാൻ നമുക്ക് കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മുടെ മധ്യേ ഉണ്ട്. ഹല്ലേലൂയ. ആരൊക്കെ ഇന്ന് പകലിൽ ഉള്ളങ്ങളെ ദൈവസന്നിധിയിൽ പകരുന്നുവോ, ആരൊക്കെ ഇന്ന് പകലിൽ പരിസരം മറന്ന് ദൈവത്തെ ആരാധിക്കുവാൻ തയ്യാറാകുന്നുവോ, അവരെ തൊടുവാനായി, അവരെ സ്പർശിക്കുവാനായി, അവരുടെ ഉള്ളത്തെ സാന്ത്വനപ്പെടുത്തുവാനായി പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മുടെ മധ്യേ ഉണ്ട്. ആ ദൈവത്തിൻ്റെ സാന്നിധ്യത്തോട് പ്രതികരിച്ചുകൊണ്ട് തന്നെ നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ചില പാട്ടുകളും കൂടെ ചേർന്ന് പാടി ഒരുമിച്ച് നമ്മുടെ കൈകളെ തട്ടി കർത്താവിനെ മഹത്വപ്പെടുത്താം. മഹിമയും ബലവും നിറഞ്ഞവനേ, എന്നുമെന്നും സ്തുതി നിനക്ക്.
ഭയപ്പെടില്ല. യേശുനാഥ നീ എൻ ബലമായതാ, ഞാനൊട്ടും ഭയപ്പെടില്ല. ഓ ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആമേൻ ആരാധന അങ്ങേക്ക്, ആമേൻ ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്. നിന്റെ ചിറകുകളിൽ നിഴലിൽ എന്നും ആനന്ദം പകരുന്നു നീ. നിന്റെ ചിറകുകളിൽ നിഴലിൽ എന്നും ആനന്ദം പകരുന്നു നീ. വിശ്വസനും നീ എന്നും തുണയായോനും സ്തുതിക്കു യോഗ്യനും നീ. വിശ്വസനും നീ എന്നും തുണയായോനും സ്തുതിക്കു യോഗ്യനും നീ. ഓ ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്. ഓ ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്. എന്നിൽ ജീവനുള്ള നാളുകളെല്ലാം അങ്ങേ സ്തുതിച്ചു പാടിയിടുമേ. എന്നിൽ ജീവനുള്ള നാളുകളെല്ലാം അങ്ങേ സ്തുതിച്ചു പാടിയിടുമേ. നാഥാ നീ ചെയ്ത നന്മകളെ എന്നാളും സ്തുതിച്ചിടുമേ. നാഥാ നീ ചെയ്ത നന്മകളെ എന്നാളും സ്തുതിച്ചിടുമേ. ആമേൻ ആരാധന അങ്ങേക്ക്, ആമേൻ ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആമേൻ ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്. എന്റെ
സ്തുതിച്ചിടുമേ. നാദാതി ചെയ്ത നന്മകളെ എന്നാളും സ്തുതിച്ചിടുമേ. ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്. ഓ ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്. എന്റെ ബലമായ കർത്തന് ശരണമുണ്ടാകയാൽ പാടിടും ഞാൻ ഉലകിൽ. എന്റെ ബലമായ കർത്തന് ശരണമാകയാൽ പാടിടും ഞാൻ ഉലകിൽ. ഏറ്റവും ഉറപ്പുള്ള മറവിടമായ എനിക്ക് പ്രിയൻ ചാരിടും ഞാൻ അവനിൽ. ഏറ്റവും ഉറപ്പുള്ള മറവിടമായ എനിക്ക് പ്രിയൻ ചാരിടും ഞാൻ അവനിൽ. ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എൻ്റെ വിവിധ യാത്രയതിൽ. എൻ്റെ അല്ലലകിലവും നീട്ടിടും ഞാൻ, നോക്കി പാട്ടിടും ഞാൻ ഉലകിൽ. ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എൻ്റെ വിവിധ യാത്രയതിൽ. എൻ്റെ അല്ലലകിലവും നീട്ടിടും ഞാൻ, നോക്കി പാട്ടിടും ഞാൻ ഉലകിൽ. ഉള്ളം കാലങ്ങുന്ന നേരത്തു പ്രിയന്റെ വാഗ്ദത്തം ഓർമ്മിച്ചുണർത്തുമെന്നേ. ഉള്ളം കാലങ്ങുന്ന നേരത്തു പ്രിയന്റെ വാഗ്ദത്തം ഓർമ്മിച്ചുണർത്തുമെന്നേ. ഉള്ളം കരത്തിൽ വരച്ചവൻ ഓർമ്മിക്കാതീശന്താൻ എന്നുടെ ആശ്വാസകൻ. ഉള്ളം കരത്തിൽ വരച്ചവൻ ഓർമ്മിക്കാതീശന്താൻ എന്നുടെ ആശ്വാസകൻ. ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എൻ്റെ വിവിധ യാത്രയതിൽ. എൻ്റെ അല്ലലകിലവും നീട്ടിടും ഞാൻ, നോക്കി പാട്ടിടും ഞാൻ ഉലകിൽ. ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എൻ്റെ വിവിധ യാത്രയതിൽ. എൻ്റെ അല്ലലകിലവും നീട്ടിടും ഞാൻ, നോക്കി പാട്ടിടും ഞാൻ ഉലകിൽ. മാറും മനുജരെല്ലാം മനിതലമതു തീജ്വാല ഇരയായി മാറുകിലും. മാറും മനുജരെല്ലാം മനിതലമതു തീജ്വാല ഇരയായി മാറുകിലും. തിരുവാഗ്ദത്തങ്ങൾക്കേതും മാറ്റം വരില്ലവൻ വരവിന്നാളാസന്നമാ. തിരുവാഗ്ദത്തങ്ങൾക്കേതും മാറ്റം വരില്ലവൻ
അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി നമ്മുടെ വേദപുസ്തകങ്ങളെ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം അതിൻ്റെ 4-ാം അധ്യായം 8 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായം 8 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. മതി. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗമാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. ചുരുക്കം ചില സമയം മാത്രമേ നമ്മുടെ മുമ്പിൽ ബാക്കിയുള്ളൂ. പക്ഷേ പ്രാർത്ഥനയോടെ നമുക്ക് ഈ ദൈവാലോചനയിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരാം. ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 4 വേഴ്സസ് 8 to 12 ആ ഭാഗമാണ് നമ്മോട് വായിച്ചു കേട്ടത്. നമുക്ക് ശ്രദ്ധയോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. പ്രൈസ് ദി ലോർഡ്. പൗലോസിൻ്റെ മാത്രമല്ല അപ്പോസ്തലന്മാരുടെ പല പ്രസംഗങ്ങളും അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ആ പ്രസംഗമൊക്കെ നമ്മുടെ പഠന വിധേയമാക്കുകയാണെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ട ആലോചനകൾ നമുക്കതിൽ നിന്ന് സഭയ്ക്ക് പഠിക്കുവാൻ കഴിയും. പത്രോസ് പറഞ്ഞ ചെറിയ 3-4 വാക്യങ്ങളിൽ ഒതുങ്ങുന്ന ഈ ചെറിയൊരു ഭാഗത്തിൽ നിന്നും 1-2 ചിന്തകൾ നാം ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ടാണ് ദൈവനാമത്തിൽ ആശ്രയിക്കുന്നത്. പൗലോസിന്റെ ചെറിയ ഒരു സന്ദേശം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ സന്ദേശത്തിലെ അടർത്തിയെടുത്ത ചില ചിന്തകൾ നമുക്ക് ഒരുമിച്ച് പങ്കുവയ്ക്കാം. പത്രോസ് പറഞ്ഞു തുടങ്ങുന്നത് ഇപ്രകാരമാണ്. അതിൻ്റെ 10-ാമത്തെ വാക്യം, നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനുമായി നസ്രേനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ഇവൻ സൗഖ്യമുള്ളവനായി. നിങ്ങൾ ക്രൂശിച്ച യേശു. നാം ഒന്ന് പ്രാക്ടിക്കലായിട്ട് പ്രായോഗികമായിട്ട് ചിന്തിച്ചാൽ പത്രോസ് അഡ്രസ് ചെയ്യുന്ന ഈ സമൂഹമല്ല യേശുവിനെ പ്രായോഗികമായി ക്രൂശിച്ചത് റോമ ഗവൺമെന്റ് കൽപ്പിച്ചാക്കിയ പടയാളികളാണ് യേശുവിനെ അടിക്കുകയും യേശുവിനെ വേദനിപ്പിക്കുകയും ബുദ്ധിമുട്ടിക്കുകയും യേശുവിനെ ക്രൂശിക്കുകയും ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശുവിനെ ക്രൂശിച്ചവരല്ല പത്രോസ് അഭിസംബോധന ചെയ്യുന്ന ഈ ജനമെന്ന് പറഞ്ഞാൽ, പീറ്റർ ഈസ് നോട്ട് ലിറ്ററലി അഡ്രസ്സിംഗ് ദ ക്രൗഡ് ദാറ്റ് ക്രൂസിഫൈഡ് ക്രൈസ്റ്റ്. ദാറ്റ് വാസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു വർ അപ്പോയിന്റഡ് ബൈ റോമൻ ഗവൺമെന്റ് കൽപ്പിച്ചാക്കിയ ഒരു കൂട്ടം പടയാളികളാണ് യേശുവിനെ ക്രൂശിച്ചത്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ പത്രോസ് അവരെ നോക്കി പറയുക, നിങ്ങൾ ക്രൂശിച്ച യേശു. ഒരിക്കൽ ഒരു മദ്യപാനിയായ വ്യക്തി, ഹിമാചൽ പ്രദേശിൽ നടന്ന ഒരു സംഭവമാണ്. ഒരിക്കൽ ഒരു മദ്യപാനിയായ വ്യക്തി ഒരു സാധുവായ പാസ്റ്ററുടെ കഴുത്തിൽ കത്തി കൊണ്ടുവച്ചിട്ട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. എനിക്കിപ്പോൾ അറിയണം ആരാണ് യേശുവിനെ ക്രൂശിച്ചത്. പെന്തക്കോസുകാരായ നിങ്ങളാണോ അതോ കത്തോലിക്കക്കാരാണോ യേശുവിനെ ക്രൂശിച്ചു കൊന്നത്? ഈ പാസ്റ്റർ പെട്ടെന്ന് ഭയപ്പെട്ടു പോയി. പാസ്റ്റർ ഒരു നിമിഷം ചിന്തിച്ചിട്ട് പറഞ്ഞു, പെന്തക്കോസുകാരുമല്ല കത്തോലിക്കക്കാരുമല്ല, നീയാണ് യേശുവിനെ ക്രൂശിച്ചത്. അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞതാണെങ്കിലും അതിൽ നിന്നൊരു ചിന്ത നമുക്ക് അടർത്തിയെടുക്കുവാൻ കഴിയും. പട്ടാളക്കാർ മാത്രമല്ല യേശുവിനെ ക്രൂശിച്ചത്, നമ്മൾ ഓരോരുത്തരുമാണ് യേശുവിനെ ക്രൂശിൽ തറച്ചത്. നമ്മുടെ പാപമാണ് യേശുവിനെ ക്രൂശിൽ തറച്ചത്. പത്രോസ് അങ്ങനെ വിരൽ ചൂണ്ടി പറയുന്നതിൻ്റെ പിന്നിലെ ആത്മീക മർമ്മം, ആത്മീക ചിന്ത, എന്നെ കേൾക്കുന്ന പ്രമാണികളെ, എന്നെ കേൾക്കുന്ന യഹൂദന്മാരെ, നിങ്ങളുടെ പാപമാണ് യേശുവിനെ ക്രൂശിൽ തറച്ചത്. ഹല്ലേലൂയ. റോമ ഗവൺമെന്റ് കൽപ്പിച്ചാക്കിയ പടയാളികൾക്ക് മാത്രമല്ല പങ്കുള്ളത്. ക്രൂശിക്ക എന്നാർത്തു പറഞ്ഞ ആ ജനസമൂഹത്തിന് മാത്രമല്ല പങ്കുള്ളത്, പകരം എന്നെ കേൾക്കുന്ന ഈ സമൂഹത്തിനും യേശുവിന്റെ ക്രൂശ് മരണത്തിൽ പങ്കുണ്ട്. നിങ്ങളുടെ പാപമാണ്, നിങ്ങളുടെ അകൃത്യമാണ് യേശുവിനെ ക്രൂശിലേക്ക് കൊണ്ടുപോയത്. പ്രൈസ് ദി ലോർഡ്. You and I have a part in crucifying Christ. We were not there literally
Crucify, crucify. We were not there among the crowd, but it is because of our sin that Jesus went into the cross. നമ്മുടെ പാപമാണ് യേശുവിനെ ക്രൂശിലേക്ക് നയിച്ചത് എന്ന് നാം മനസ്സിലാക്കാതെ പോകരുത്. Praise the Lord. അപ്പോൾ ഒന്നാമത്തെ പത്രോസിന്റെ സന്ദേശത്തിൽ നിന്ന് നമുക്ക് അർത്ഥിയെടുക്കുവാൻ കഴിയുന്ന ചിന്ത ജനത്തിന്റെ പാപത്തെക്കുറിച്ച് പത്രോസ് ബോധ്യം വരുത്തി. ജനത്തിന്റെ പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തി. Praise the Lord. ഇന്ന് പ്രസംഗവേദികളിൽ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഒരു ചിന്തയാണ് ഞാനിവിടെ സമർത്ഥിക്കുവാൻ ശ്രമിക്കുന്നത്. ഇന്ന് ആർക്കും മനുഷ്യൻ ചെയ്യുന്ന പാപത്തെക്കുറിച്ച് കേൾക്കുവാനോ അതിനെ കുറിച്ച് പറയുന്നതോ അഡ്രസ് ചെയ്യുന്നതോ ഇഷ്ടമല്ല. പ്രൈസ് ദി ലോർഡ്. മനുഷ്യ ജീവിതത്തിൽ തെറ്റ് സംഭവിക്കുന്നു. മനുഷ്യൻ തിരുത്തി മടങ്ങി വരണം. ദൈവവചനത്തിലേക്കും നഷ്ടപ്പെട്ടു പോയ ദൈവസ്നേഹത്തിലേക്കും മടങ്ങി വരണം എന്നുള്ള സന്ദേശങ്ങൾ പ്രസംഗവേദികളിൽ നിന്നും അന്യം നിന്നുകൊണ്ടിരിക്കുക. പക്ഷേ പത്രോസ്, സാധാരണക്കാരനായ പത്രോസ്, വിദ്യാഭ്യാസവും വിവരവും ഒരുപടി കുറഞ്ഞ പത്രോസ് ഈ പ്രമാണികളുടെ മുഖത്ത് നോക്കി പറയുക, നിങ്ങൾക്കും യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചതിൽ ഒരു പങ്കുണ്ട്. നിങ്ങളുടെ പാപമാണ് യേശുവിനെ ക്രൂശിലേക്ക് കൊണ്ടുപോയത്. Hallelujah. It doesn't matter who we are. നാം ആരായിരുന്നാലും ഈ നമ്മുടെ ഭാഗവും നാം മനസ്സിലാക്കണം. യേശുവിനെ ക്രൂശിലേക്ക് കൊണ്ടുപോയത് നമ്മുടെ അകൃത്യമാണ്, നമ്മുടെ ലംഘനത്തിന്റെ ഭാരമാണ്, നമ്മുടെ പാപത്തിന്റെ ഭാരമാണ് എന്ന് നാം തിരിച്ചറിയാതെ പോകരുത്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർ അത് മനസ്സിലാകുന്നുണ്ട്? ഒരു ഭയവും കൂടാതെ പത്രോസ് എന്ത് ഭയപ്പാടുള്ള വ്യക്തിയായിരുന്നു. പക്ഷേ ഒരു ഭയവും കൂടാതെ സധൈര്യം ആ പ്രമാണികളെ നോക്കി, ന്യായപ്രമാണികളെ നോക്കി പത്രോസ് വിളിച്ചു പറയുക, നിങ്ങളുടെ പാപമാണ് യേശുവിനെ ക്രൂശിൽ തറച്ചത്. അപ്പോ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്നതായിരുന്നു പത്രോസിന്റെ പ്രസംഗം. പാപത്തെക്കുറിച്ച് ബോധം വരുത്തുക. ഇനി രണ്ടാമത്തെ കാര്യം വായിക്കാമോ? 10ാമത്തെ വാക്യം ഒന്നും കൂടെ. മതി. പ്രൈസ് ദി ലോർഡ്. രണ്ടാമതായി ഈ പ്രസംഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ചിന്ത, പത്രോസ് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ കുറിച്ചാണ് അവിടെ പ്രസംഗിക്കുന്നത്. അതെ, ക്രൂശിച്ച, മരിച്ച, അടക്കപ്പെട്ട എന്നുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അവിടം കൊണ്ട് പത്രോസ് എന്ത് ചെയ്യുന്നില്ല? നിർത്തുന്നില്ല. പുനരുത്ഥിതനായ ഒരു ക്രിസ്തുവിനെ കുറിച്ചാണ് ആര് പ്രസംഗിക്കുന്നത്? പത്രോസ് പ്രസംഗിക്കുന്നത്. ഈ ഭാഗത്ത് മാത്രമല്ല, നാം മുമ്പിലോട്ട് ഇതിന്റെ പുറകിലോട്ടൊക്കെ വായിച്ചു നോക്കുകയാണെങ്കിൽ ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചൊക്കെ അവർ നല്ലവണ്ണം കിട്ടിയ അവസരത്തിലൊക്കെ പഠിപ്പിച്ചതായിട്ടും നമുക്ക് കാണുവാൻ കഴിയും. ഇതേ സെയിം അധ്യായം 4-ാം അധ്യായം അതിന്റെ 2ാമത്തെ വാക്യത്തിലും ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെ കുറിച്ച് അവിടെ പരാമർശിക്കുന്നുണ്ട്. വായിച്ചത്. അതായത് ഈ പ്രമാണികൾക്ക് ഈ അപ്പോസ്തലന്മാരുടെ പഠിപ്പിക്കൽ ഇഷ്ടപ്പെട്ടില്ല. കാരണം അപ്പോസ്തലന്മാർ പറഞ്ഞത് എന്താ? മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവന് ഒരു പുനരുത്ഥാനമുണ്ട്. അതെന്തുമായിട്ട് ദൃഷ്ടാന്തപ്പെടുത്തിയ ഈ അപ്പോസ്തലന്മാർ പഠിപ്പിച്ചേ? ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെ. ക്രിസ്തുവിന്റെ പുനരുത്ഥാനവുമായി ദൃഷ്ടാന്തപ്പെടുത്തിയിട്ട് മനുഷ്യരോട് ഈ അപ്പോസ്തലന്മാർ പറയുക, നിങ്ങൾക്കും ഒരു പുനരുത്ഥാനമുണ്ട്, നിങ്ങൾക്കും ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്, മരണം മനുഷ്യന്റെ അവസാനമല്ല എന്ന് അപ്പോസ്തലന്മാർ സധൈര്യം വിളിച്ചു പറയുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതുമയുള്ള ചിന്തയല്ല. കാരണം നാം കൊച്ചുനാൾ മുതലേ കേൾക്കുന്ന ചിന്തയാ. ഡെത്ത് ഗീവ്സ് ബർത്ത് ടു ഇറ്റേണിറ്റി വിത്ത് ജീസസ്. മരണം യേശുവുമായുള്ള ഒരു നിത്യവാസത്തിലേക്ക് നമുക്ക് ജനനം തരുന്നതാണ് എന്നൊക്കെ പണ്ട് മുതലേ നാം കേട്ടുവരികയാണ്. പക്ഷേ അന്നത്തെ ജനത്തിന് ഈ പുനരുത്ഥാനം എന്നുള്ള സബ്ജക്റ്റ് തന്നെ വളരെ പുതുമയുള്ളതാ. പക്ഷെ അപ്പോസ്തലന്മാർ പറയുക, ക്രിസ്തു പുനരുത്ഥിതനായതുകൊണ്ട്, ക്രിസ്തു മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് ക്രിസ്തുവിനെ അനുഭാവനം ചെയ്യുന്ന നമുക്കും ഒരു പുനരുത്ഥാനമുണ്ട്, ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. അതുകൊണ്ട് പൗലോസ് കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നത്, if your faith is in a resurrected Christ, your faith is not in vain. നിങ്ങൾ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൽ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വിശ്വാസം വൃഥാവല്ല. കാരണം അത് ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു നാളുണ്ട്.
എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നാം ആരാധിക്കുന്ന നമ്മുടെ ആരാധ്യ പുരുഷൻ, നാം വിശ്വസിക്കുന്ന നമ്മുടെ വിശ്വാസത്തിന്റെ ഉറവിടമായ ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്നും പുനരുത്ഥാനം ചെയ്ത ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവാണെന്ന് നാം ഉറച്ചു വിശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് എന്താ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? മരണം നമ്മുടെ അവസാനമല്ല, അത് നമ്മുടെ ഒടുക്കമല്ല. നാം പുനരുത്ഥാനം പ്രാപിക്കുന്ന, നാം ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു നാൾ വരും. കാരണം നാം വിശ്വസിക്കുന്ന ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റവനാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് മാത്രമല്ല, ഈ ഉയർപ്പിന്റെ ശക്തി മരിച്ചു കഴിഞ്ഞ് മാത്രം നാം അനുഭവിക്കേണ്ട ഒരു ശക്തിയല്ല. പകരം ഈ അപ്പോസ്തലന്മാർ അവരുടെ ദിനചര്യകളിലും ഈ ഉയർപ്പിന്റെ ശക്തി എന്ത് ചെയ്തു? അനുഭവിച്ചറിഞ്ഞു. അതെങ്ങനെ നമുക്ക് പറയുവാൻ കഴിയും? ഈ പത്രോസിന്റെ ധൈര്യം തന്നെ നോക്കിയേ. ഇതേ പത്രോസ് ആണോ നിങ്ങൾ ഈ സുവിശേഷങ്ങളിൽ വായിച്ചറിയുന്ന പത്രോസ്? ഇതേ പത്രോസ് ആണോ? പത്രോസ് ഒരു സാധാരണക്കാരന്റെ മുമ്പിൽ യേശുവിനെ എന്ത് ചെയ്തു? 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു, സാധാരണ വ്യക്തിയുടെ മുമ്പിൽ. പക്ഷേ ഇപ്പോ പത്രോസ് അഭിസംബോധന ചെയ്യുന്ന കൂട്ടം സാധാരണക്കാരാണോ? പിന്നെ ആരാ? പ്രമാണികളാണ്. ഹല്ലേലൂയ, മൂപ്പന്മാരാണ്. സന്നിധിയും സംഘത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് പത്രോസ് സധൈര്യം ഈ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുക. എവിടെ നിന്നാ പത്രോസിന് ഈ ധൈര്യം ലഭിച്ചത്? ഈ ഉയർപ്പിന്റെ ശക്തി പത്രോസിന്റെ പ്രായോഗിക ജീവിതത്തിലേക്ക് വ്യാപരിച്ചപ്പോൾ പത്രോസിന് ആർക്കും കൊടുക്കുവാൻ കഴിയാത്ത ഒരു ധൈര്യം പത്രോസിന് ലഭിക്കുകയാണ്. മരിച്ചതിന് ശേഷം മാത്രം, ഇനി 10, 30, 50 വർഷത്തിന് ശേഷം മാത്രം നാം അനുഭവിക്കേണ്ടതല്ല ഈ ഉയർപ്പിന്റെ ശക്തി. ഇന്ന് നമ്മുടെ ജീവിത സാഹചര്യത്തിന്റെ നടുവിൽ നാം അനുഭവിച്ചറിയേണ്ടതാണ് ഈ ഉയർപ്പിന്റെ ശക്തി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്തു ധൈര്യമാ! മരണത്തെ പോലും ഭയപ്പെടാത്ത ഒരു ധൈര്യം. ഹല്ലേലൂയ. അതായത് ന്യായപ്രമാണികൾ വിചാരിച്ചാൽ ഈ പത്രോസിനെ പോലുള്ള സാധാരണക്കാരായ അപ്പോസ്തലന്മാരെ നിശേഷം നശിപ്പിച്ചു കളയാം. അവരുടെ ഒരു വാക്ക് മതി, അത്രയ്ക്കും സ്വാധീനമുണ്ട് അവർക്ക്. പക്ഷേ പത്രോസിനെ പോലുള്ള അപ്പോസ്തലന്മാർ, യോഹന്നാനെ പോലുള്ള അപ്പോസ്തലന്മാർ മരണത്തെ പോലും ഭയപ്പെടാത്തതിന്റെ കാരണം എന്താ? ഈ ഉയർപ്പിന്റെ ശക്തി ഇവരിലേക്ക് വ്യാപരിച്ചത് കൊണ്ടാ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലും ഈ ഉയർപ്പിന്റെ ശക്തി വ്യാപരിച്ചാൽ ജീവിതത്തിന്റെ വെല്ലുവിളികളെ സധൈര്യം അതിജീവിപ്പാനുള്ള ഒരു ശക്തി നമുക്ക് ദൈവം തരും. ഇന്ന് ഇന്ത്യയിലെ ദൈവസഭകൾക്കും വേണ്ട ഒരു ശക്തിയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പ്രതിസന്ധികൾ കുറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ പ്രതിസന്ധികൾ കൂടുമ്പോൾ നാം അധികമായി അനുഭവിക്കേണ്ടത് ഈ ഉയർപ്പിന്റെ ശക്തിയാണ്. മുമ്പിലോട്ടുള്ള അധ്യായങ്ങൾ നാം പഠിച്ചു പോകുമ്പോൾ അപ്പോസ്തലന്മാർക്ക് വെല്ലുവിളികൾ ഉണ്ടായി. ന്യായപ്രമാണികളിൽ നിന്നും പലതവണയായി താക്കീതുകൾ ഉണ്ടായി. പലതവണ മാറി ഇവരെന്തോ കുലക്കൊറ്റം ചെയ്തതുപോലെ ഇവരെ വിസ്തരിച്ചു. പക്ഷേ അതിന്റെ നടുവിലും ബൈബിൾ പറയുക, സഭ വളർന്നുകൊണ്ടിരുന്നു. കാരണം ഒന്നേ ഉള്ളൂ, ഈ ഉയർപ്പിന്റെ ശക്തിയാണ് ഇവരിൽ വ്യാപരിച്ച ശക്തി. പ്രൈസ് ദി ലോർഡ്. ഈ അപ്പോസ്തലന്മാരിൽ ഉയർപ്പിന്റെ ശക്തി വ്യാപരിച്ചത് കൊണ്ട് അവർക്ക് വെല്ലുവിളികളെ ഭയപ്പെടേണ്ടി വന്നില്ല. അവർ മരണത്തെ പോലും ധീരതയോടെ നേരിടാൻ അവർ തയ്യാറായിരുന്നു. കാരണം ഈ ഉയർപ്പിന്റെ ശക്തി അവരെ ശക്തീകരിച്ചു. അതായത് നമ്മുടെ ദിനചര്യകളിൽ നാം അനുഭവിച്ചറിയേണ്ട ഒരു ശക്തിയാണ് ഈ ഉയർപ്പിന്റെ ശക്തി. നമ്മൾ വിചാരിക്കും കുറേ വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം അനുഭവിച്ചറിയേണ്ടതാ. നോ. അത് മാത്രമല്ല, നാം നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യത്തിൽ അനുഭവിച്ചറിയേണ്ട, ഇനി രോഗമാകട്ടെ, ബുദ്ധിമുട്ടാകട്ടെ, നമ്മുടെ കുടുംബത്തിനെതിരെയുള്ള വെല്ലുവിളികളാകട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്കെതിരെയുള്ള വെല്ലുവിളികളാകട്ടെ, അതിൻ്റെ നടുവിൽ നമ്മെ നിലനിർത്തുന്ന ഒരു ശക്തിയാണ് ഈ ഉയർപ്പിൻ്റെ ശക്തി. പ്രൈസ് ദി ലോർഡ്. അപ്പം 2 പ്രസംഗ വിഷയത്തെക്കുറിച്ചാണ് നാം ഇവിടെ ചിന്തിച്ചത്. ഒന്ന്, പാപത്തെക്കുറിച്ചുള്ള ബോധം. അതാണ് ഇവരുടെ പ്രസംഗത്തിൽ ഇവർ വരുത്തിയത്. 2, പുനരുദ്ധിതനായ ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു ബോധം. ഇനി മൂന്നാമതായി നമുക്ക് കാണുവാൻ കഴിയുന്നത് അതിൻ്റെ 12ാമത്തെ വാക്യം വായിച്ചേ. 4-ാം അധ്യായം 12ാമത്തെ. മതി. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലന്മാർ ധൈര്യം മാത്രമല്ല അവിടെ കാണിക്കുന്നത്, അവർ പറയുന്ന കാര്യവും ഏതൊരു വ്യക്തിയുടെയും ഉള്ളിൽ തുളച്ചു കയറുന്ന കാര്യം അവർ പറയുന്നേ. അപ്പോസ്തലന്മാർ പറയുക, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവും
ഇല്ല. അതായത് ഈ കേട്ടുകൊണ്ടിരിക്കുന്ന യഹൂദന്മാർ അവർ നാളുകളായി വിശ്വസിച്ചിരുന്നത് മോശെ എഴുതിയ നിയമാവലികൾക്ക് മനുഷ്യനെ രക്ഷിക്കുവാൻ കഴിയും. അത് ഇച്ചിരി കോംപ്ലക്സ് ആയിട്ടുള്ള നിയമാവലികളാണ്. കാരണം 620 പരം നിയമങ്ങൾ പഴയ നിയമത്തിൽ മാത്രം നമുക്ക് കാണുവാൻ കഴിയും. മോശെ എഴുതിയതും അല്ലാതെയുമുള്ള 660 പരം നിയമങ്ങൾ നമുക്ക് പഴയ നിയമത്തിൽ കാണുവാൻ കഴിയും. അതെല്ലാം അനുസരിക്കുക എന്ന് പറഞ്ഞാൽ പ്രയാസകരമായ ഒരു കാര്യമാണ്. പക്ഷേ ബുദ്ധിമുട്ടുണ്ടെങ്കിലും യഹൂദന്മാർ അത് അനുസരിക്കും. കാരണം അവർ വിശ്വസിക്കുന്നത് ആ അനുസരിക്കുന്നതിലൂടെയാണ്, അല്ലെങ്കിൽ മോശയുടെ നിയമം അനുസരിക്കുന്നതിലൂടെയാണ് എന്തോ രക്ഷ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് അവർ പരിച്ഛേദന ഏൽക്കുന്നതും യാഗമർപ്പിക്കുന്നതും. ഇനി എത്ര ബുദ്ധിമുട്ടായിരുന്നാലും അവരുടെ ആചാര അനുഷ്ഠാനങ്ങൾ ഒന്നുപോലും വിടാതെ അവരനുഷ്ഠിക്കുവാനുള്ള കാരണം ഇതാണ്. ഈ പ്രമാണം അനുസരിക്കുന്നതിലൂടെ അവർക്ക് രക്ഷ ലഭിക്കും. യേശു ആ പ്രമാണത്തെ മാറ്റാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാണ് യേശുവിനെതിരെ അവരെന്ത് ചെയ്തത്? കുറ്റാരോപണം നടത്തിയത്. അത്രയ്ക്കും ശ്രേഷ്ഠമായി മോശയുടെ നിയമങ്ങളെ അനുസരിക്കുവാൻ ഈ യഹൂദന്മാർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ വിശ്വസിക്കുക മോശയുടെ നിയമങ്ങൾക്ക് അവരെ രക്ഷിക്കുവാൻ കഴിയും. പക്ഷേ ഈ പഠിപ്പും വിദ്യാഭ്യാസവും ഇല്ലാത്ത യഹൂദന്മാർ, ഈ അപ്പോസ്തലന്മാർ വിളിച്ചു പറയുകയാണ്, നിങ്ങൾ വിശ്വസിക്കുന്ന മോശയുടെ നിയമാവലികൾക്ക് നിങ്ങൾക്ക് രക്ഷ നൽകുവാൻ കഴിയത്തില്ല. മനുഷ്യനെ രക്ഷിക്കുന്ന ഒരൊറ്റ മാർഗമേ ഉള്ളൂ, അതാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മൂന്നാമതായി ഇവരുടെ പ്രസംഗത്തിൽ നടത്തിയ പ്രൊക്ലമേഷൻ, യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യതയെ ഇവരെന്ത് ചെയ്തു? ഉയർത്തി കാണിച്ചു. യേശു ക്രിസ്തുവിലൂടെ മാത്രമേ രക്ഷയുള്ളൂ. നാം ഇന്ന് ചവിട്ടി നിൽക്കുന്നത് 21-ാം നൂറ്റാണ്ടിലാണ്. ആധുനികതയുടെ ഏറ്റവും മുൾമുനയിലാണ് ലോകം ഇന്ന് നിൽക്കുന്നത്. നാം ഓരോ ദിവസവും കുതിച്ചുയർന്നുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഈ പുരോഗമനത്തിന്റെ കാര്യത്തിൽ നാം കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുക, ഒരു ബുള്ളറ്റ് ട്രെയിൻ പോകുന്നത് പോലെ. ഹല്ലേലൂയ. ഏത് മേഖല എടുത്തു നോക്കിയാലും പുരോഗമനം, പുരോഗമനം, പുരോഗമനം. ഒരു ഫോൺ എടുത്ത് 1 വർഷം കഴിയുന്നതിന് മുന്നമേ തന്നെ അതെന്തായി പോകുക? ഔട്ട്ഡേറ്റഡ് ആയി പോകുക. കാരണം അതിനെ വെല്ലുന്ന അതിലും വലിയ ടെക്നോളജീസ് ഉള്ള പുതിയ പുതിയ ഫോണുകൾ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുകയാണ്. പക്ഷേ 21 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ ക്രിസ്തുവിനോ ഈ സന്ദേശത്തിനോ ഒരു മാറ്റം വന്നിട്ടില്ല. അന്നത്തെ പോലെ അന്ന് അപ്പോസ്തലന്മാർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞതുപോലെ ഇന്ന് സാധുക്കളായ ദൈവദാസന്മാർക്ക് വിളിച്ചു പറയുവാൻ കഴിയും, ക്രിസ്തുവിലൂടെ അല്ലാതെ മറ്റൊരു മാർഗത്തിലൂടെയും രക്ഷയില്ല. ഈ 21-ാം നൂറ്റാണ്ടിലും ആധുനികതയുടെ മുൾമുനയിൽ ലോകം ചവിട്ടി നിൽക്കുമ്പോഴും മനുഷ്യന് രക്ഷ നൽകുവാൻ കഴിയുന്ന 2 മാർഗമില്ല, ഒരു മാർഗമേ ഉള്ളൂ. അതാണ് ഞങ്ങൾ ഉയർത്തുന്ന യേശു ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് നാം സധൈര്യം വിളിച്ചു പറയണം. നമ്മുടെ ജീവിത ശൈലി അത് കാണിക്കണം. കാരണം യേശു മാത്രമാണ് രക്ഷകൻ. പ്രൈസ് ദി ലോർഡ്. എത്രയോ സിദ്ധാന്തങ്ങൾ തെറ്റാണെന്ന് അത് പ്രചരിപ്പിച്ചവരും അത് എഴുതിയവരും അവരുടെ മരണക്കിടക്കയിൽ സമ്മതിച്ചിട്ടുണ്ട്. എന്തൊക്കെ പ്രത്യയശാസ്ത്രങ്ങൾ അവസാനം മാറ്റി എഴുതേണ്ടി വന്നിട്ടുണ്ട്. എത്രയെത്ര ഗുരുക്കന്മാർ, നേതാക്കന്മാർ അവർ പഠിപ്പിച്ചതും പ്രസംഗിച്ചതും തെറ്റാണെന്ന് അവരുടെ മരണക്കിടക്കയിൽ അവർ സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ സുവിശേഷം പ്രസംഗിക്കുന്ന ഞങ്ങൾക്ക് ആ കാര്യത്തിൽ റിഗ്രറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഇന്നും ഇന്നലെയും നാളെയും നമുക്ക് ഉച്ചത്തിൽ വിളിച്ചു പറയുവാൻ പറ്റും, മനുഷ്യന് രക്ഷ കൊടുക്കുവാൻ യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം 3 വിഷയങ്ങളാണ് പത്രോസിൻ്റെ 4-5 വാക്യത്തിൽ ഒതുങ്ങുന്ന ഈ സന്ദേശത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. 1, പാപത്തെക്കുറിച്ചുള്ള ബോധം. 2, ഉയർത്തെഴുന്നേറ്റ പുനരുദ്ധിതനായ ക്രിസ്തുവിനെ കുറിച്ചുള്ള ബോധം. 3, ക്രിസ്തുവിൻ്റെ അമൂല്യത, അതുല്യത, ക്രിസ്തുവിൻ്റെ അതുല്യത, ദ യുണീക്ക്നെസ് ഓഫ് ക്രൈസ്റ്റ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമ്മുടെ യേശുവിന് മാത്രമാണ്, നാം ആരാധിക്കുന്ന നമ്മുടെ ദൈവത്തിന് മാത്രമാണ് മനുഷ്യനെ രക്ഷിക്കുവാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ സന്ദേശത്തിൻ്റെ മുമ്പിൽ നമ്മുടെ കണ്ണുകളെ ഒന്ന് അടയ്ക്കാമോ?